الحمد لله الحمد لله لك الحمد كله وإليك يرجع الأمر كله علانيته وسره اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا سبحانك فقنا عذاب النار اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل قال نبينا وحبيبنا محمد صلى الله عليه وسلم الكيس من دان نفسه وعمل لما بعد الموت والعاجز من أتبع نفسه هواها وتمنى على الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ألف الألف نظام مده على العليال أول السطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിശുദ്ധമാകുന്ന ഈ മാസത്തിൽ വീണ്ടും ഒരു മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹുവേ, നീ ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പാപങ്ങളായ സാധുക്കളായ അടിമകൾ പടച്ചവനെ നിന്നെ കാംക്ഷിച്ചുകൊണ്ട് നിന്റെ അദ്കാറുകളും മറ്റുള്ള കർമ്മങ്ങളും ചെയ്യാൻ നിന്നോട് ദുആ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ സംഗമിച്ചിരിക്കുന്നു.
ഞങ്ങളുടെ ഈ മജ്ലിസിനെ എല്ലാം നൽകും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ബാക്കിയുള്ളവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും നിന്റെ ത്വാഅത്തിലായി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിന്റെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന സമയം മറ്റൊരു ലോകത്തേക്ക് തിരിക്കേണ്ടവരാണ്. നമ്മൾ നമ്മുടെ ജീവിതയാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലായിരിക്കണം മുഅ്മിനീങ്ങളായ നാം ജീവിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നാം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ചിരി, നമ്മുടെ കരച്ചിൽ, ഇങ്ങനെ നമ്മുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള നമ്മുടെ വികാര പ്രകടനങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു രീതിശാസ്ത്രം വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു മാർഗം വെച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് ആ മുഅ്മിന് ഗുണകരമാകുന്ന രൂപത്തിൽ, അയാൾക്ക് കൂലി കിട്ടാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മുടെ നടത്തമാവട്ടെ, അത് നമ്മുടെ ഇരുത്തമാവട്ടെ, നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളാകട്ടെ, നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളാകട്ടെ, എന്തും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിലൂടെ പോകുമ്പോൾ മാത്രമാണ് അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ അത് നമുക്ക് ആക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമുഖത്ത് നാം ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എന്താണ് കാണിച്ചു തന്നത് എന്നത് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം, ഖളിർ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്കറിയാം. വിശുദ്ധമാകുന്ന ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിലൂടെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഒരു ദീർഘമായ യാത്ര, കടൽ തീരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു വലിയ ചരിത്രമാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോവുകയല്ല. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചരിത്രം പറയുന്നു, ബഹുമാനപ്പെട്ടവരോട് തന്റെ അനുയായികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഭൂമുഖത്ത് ഏറ്റവും അറിവുള്ളയാൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. സത്യത്തിൽ യാഥാർത്ഥ്യം അത് തന്നെയാണ്. ഭൂമുഖത്ത് അന്ന് ഏറ്റവും അറിവുള്ളയാൾ, ഇൽമുള്ളയാൾ അത് മൂസ നബി അലൈഹിസ്സലാമാണ്. മൂസ നബി അലൈഹിസ്സലാം അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിന് ഒരു അനുഭവം കാണിച്ചു കൊടുക്കാം എന്നുള്ള നിലക്ക് ഖളിർ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് യാത്ര പറഞ്ഞേക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. ഖളിർ നബി അലൈഹിസ്സലാം, ആ ഖളിർ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം പോവുകയാണ്. തന്റെ ഒരു പരിചാരകനുമുണ്ട്. ആ പരിചാരകന്റെ കൂടെ മൂസ നബി അലൈഹിസ്സലാം ഇങ്ങനെ കടന്നു പോവുകയാണ്. വിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി ആ ചരിത്രം പറയുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഖളിർ നബി അലൈഹിസ്സലാം ജീവിക്കുന്ന ലോകത്തെത്തിപ്പെടുന്നു. അവിടെ നിന്ന് മൂസ നബി അലൈഹിസ്സലാം ഖളിർ അലൈഹിസ്സലാമിന്റെ കൂടെ ദീർഘമായ യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്ന ഇടയിൽ പല അനുഭവങ്ങളും മൂസ നബി അലൈഹിസ്സലാമിന് കാണുകയാണ്. പല അത്ഭുതങ്ങളും മൂസ നബി അലൈഹിസ്സലാം ദർശിക്കുകയാണ്.
അങ്ങനെ ആ യാത്ര ചരിത്ര സംഭവമായ ആ യാത്ര അവസാനിക്കാനിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് ഖളിർ നബി അലൈഹിസ്സലാം ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ചരിത്രം പറയുന്നു, തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം ഈ സംഭവം. ഇന്ന ഖളിർ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം, ലമ്മാ ദഹബ, ബഹുമാനപ്പെട്ടവർ ലമ്മാ ദഹബ യുഫാരിഖു മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിനെ വേർപിരിയാൻ നിൽക്കുന്ന സമയത്ത്, യാത്രയൊക്കെ കഴിഞ്ഞു, ആ ചരിത്ര സംഭവമായ യാത്ര കഴിഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം പിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഖാല ലഹു മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, ഔസിനി, ഖളിർ നബി അലൈഹിസ്സലാം തങ്ങളെ നിങ്ങൾ എന്നോട് വസിയത്ത് ചെയ്യണം, എന്നോട് എന്തെങ്കിലും നിങ്ങളൊരു വസിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം ചില വസിയത്തുകൾ ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ, ഇനി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഖാല, ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം പറയുന്നു, കുൻ ബസ്സാമൻ വലാ തകുൻ ലഹാക. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് ഖളിർ നബി അലൈഹിസ്സലാം പറയാണ്, നീ പുഞ്ചിരിക്കുന്നയാളാകണം, വലാ തകുൻ ലഹാക, പൊട്ടി അട്ടഹസിച്ച് ചിരിക്കുന്നയാളാകാൻ പാടില്ല, പൊട്ടിച്ചിരിക്കുന്ന ആളാകാൻ പാടില്ല, നീ പുഞ്ചിരിക്കുകയാണ് വേണ്ടത്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മൂസ നബി അലൈഹിസ്സലാമിന് ഖളിർ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന ഈ ഒരു ഉപദേശം, നീ പുഞ്ചിരിക്കുകയാണ് വേണ്ടത്, നീ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. പുഞ്ചിരിയാണ് പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സദഖയാണെന്ന് നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ മുഅ്മിനി, നമ്മുടെ കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, നമ്മുടെ ഇഷ്ടക്കാർ, നമ്മുടെ കുടുംബം, നാട്ടുകാർ, നമ്മൾ മുഅ്മിനീങ്ങളായ ആളുകളെ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് അവരോട് പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്റെ മുഅ്മിനായ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ ആ ഒരു നിയത്തോടുകൂടെ റബ്ബിന്റെ മാർഗത്തിലായി ചെയ്താൽ ഒരു സ്വതക്ക കൊടുത്ത കൂലിയാണ് പുഞ്ചിരിച്ചാൽ. ഖളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, നീ പുഞ്ചിരിക്കണം. വലാ തകുൻ ലഹാകൻ, പൊട്ടി പൊട്ടി കൊക്കി കൊക്കി ചിരിക്കുന്ന ആളാകരുത് നീ. അതുകൊണ്ട് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചിരി എന്ന് പറയുന്നത്. പൊട്ടിച്ചിരിക്കരുത്. പൊട്ടിച്ചിരി എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമല്ല, അയാൾ ചെയ്യേണ്ടതല്ല. അത് ഈ ദുനിയാവിൽ ആർമാദിക്കുന്ന, ഈ ദുനിയാവിൽ ഇങ്ങനെ ആർമാദിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് പൊട്ടിച്ചിരി എന്ന് പറയുന്നത്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷമുണ്ടാകുമ്പോൾ, അവന്റെ മനസ്സിന് ഉണർവേകുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അവൻ ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനുൽ ഇസ്ലാം പറഞ്ഞതുപോലെ ആ കർമ്മം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പൊട്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നല്ല കാര്യമേ അല്ല, മാത്രമല്ല ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന് കാഠിന്യം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് പൊട്ടിച്ചിരിക്കുക. ഖബറിന്റെ അരികിലൂടെ പോകുമ്പോ, ഖബർസ്ഥാനിലൂടെ പോകുമ്പോ പൊട്ടിച്ചിരിക്കാൻ പാടില്ല. അത് ഖൽബ് മരിച്ച ആളുകളെ അങ്ങനെ ചെയ്യുകയുള്ളൂ. ഇന്ന് നമ്മൾ പൊട്ടിച്ചിരിക്കാൻ നമ്മളെ ആളുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കൂ, അതിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമാകുന്ന ഇസ്ലാം അങ്ങനെയല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, പുഞ്ചിരിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഖളിർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശമാണത്. രണ്ടാമത് ബഹുമാനപ്പെട്ടവർ പറയാണ്, തർക്കത്തെ നീ ഉപേക്ഷിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, തർക്കത്തിന്റെ മാർഗത്തിൽ നീ തുടരാൻ പാടില്ല, പോകാൻ പാടില്ല. എവിടെയാണോ തർക്കം ഉണ്ടാകുന്നത് അവിടെയൊക്കെ പോയി ഇടപെടുക, ഈ പണി ചെയ്യരുത്. നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുക, അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. നാടുകളിൽ നടക്കുന്ന പ്രശ്നം, അതിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നതിൽ ഇടപെടുക. വാട്സാപ്പ് യുദ്ധങ്ങൾ നടത്തുക, സോഷ്യൽ മീഡിയ ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുക, ഇങ്ങനെയുള്ള ശണ്ട കൂടുന്ന വിഷയത്തിൽ നീ ഏർപ്പെടാൻ പാടില്ല.
ഇത് വലിയൊരു കൃത്യമായ ഉപദേശമാണ് ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം കൊടുക്കുന്നത്. ഈ ശണ്ട കൂടിക്കഴിഞ്ഞാൽ പലവിധ രോഗങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടും. നമ്മൾ ശണ്ട കൂടിയാൽ നമ്മുടെ ഖൽബ് മലീമസമാകും. നമ്മുടെ ഖൽബിൽ ഹസദ് വരും, അസൂയ വരും. നമ്മൾ പരസ്പരം വേറെ ആളോട് ഏറ്റുമുട്ടുമ്പോഴാണ് നമുക്ക് അസൂയ വരിക. ആ അസൂയ വന്നു കഴിഞ്ഞാൽ, അസൂയ എന്ന് പറയുന്നത് അത് തീവിറകിനെ തിന്നുന്നത് പോലെയാണ്. അത് നന്മയെ കാർന്നു തിന്നുന്ന മഹാമാരിയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ തീ വിറക് തിന്നുന്നത് പോലെ നമ്മുടെ നന്മകൾ, ആ നന്മകളെ കാർന്നു തിന്നുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ശണ്ട കൂടിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപാടുണ്ട്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം വളരെ വിശദമായി പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടുന്ന ഒരുപാട് മാറാവ്യാധി രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടും. അല്ലാ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒന്ന് ഹസദാണ്, രണ്ടാമത്തത് ഹിഖ്ദ്, മറ്റുള്ളവരോട് വൈരാഗ്യം ഉണ്ടാകും. നമുക്ക് വൈരാഗ്യം വരും. തർക്കം കൂടിയാൽ നമുക്ക് വൈരാഗ്യം തോന്നും. വൈരാഗ്യം ഉണ്ടായാൽ ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടും. ഞാൻ അതിലേക്കൊന്നും വിശദമായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് എത്ര അർത്ഥവത്തായ ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ തർക്കത്തിൽ വ്യാപൃതരാകുമ്പോൾ നമ്മൾ ഗീബത്തിലേക്ക് പോകും. മറ്റുള്ളവരെ പറ്റി ഗീബത്ത് പറയാം. നമ്മൾ തർക്കം കൂടുമ്പോഴാണ്, മറ്റുള്ളവരോട് സംസാരത്തിൽ തർക്ക സംസാരങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് പിന്നെ ഗീബത്ത് പറയാൻ തുടങ്ങും. നമ്മൾ ഗീബത്ത് പറയുമ്പോ വിശുദ്ധമാകുന്ന ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ഉണർത്തിയ കാര്യമാണ്. വളരെ അപകടം നിറഞ്ഞ കാര്യമാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാര്യമാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഗീബത്ത് നമ്മിൽ സംഭവിച്ചു പോയാൽ നമ്മുടെ നന്മ ആരെക്കുറിച്ചാണോ പറഞ്ഞത്, നമ്മുടെ നന്മ മറ്റുള്ളയാൾക്ക് എടുത്തു കൊടുക്കേണ്ട ഒരു ദുരവസ്ഥ വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വീണ്ടും ഈ ശണ്ട കൂടിയാൽ ഉണ്ടാകുന്ന വലിയ വലിയ അസുഖങ്ങളാണ് കദിബ്, കളവ് പറയും. നമ്മൾ ശണ്ട കൂടുമ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കളവ് പറയും. കളവ് എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനിന്റെ അടുത്തൊന്നും വരാൻ പാടില്ലാത്ത സംഭവമാണ്. ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് രണ്ടാമതായി ഉപദേശം കൊടുക്കുകയാണ്, തർക്കങ്ങളിൽ നീ ഏർപ്പെടരുത്. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തർക്കത്തിൽ വ്യാപൃതരാകുന്ന സമയത്ത് നമുക്ക് നിഫാഖ്, കാപ്പട്യം വരും. നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരും, റിയാ, ലോകമാന്യം പോലത്തെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഹൃദയത്തിൽ എന്തൊക്കെ രോഗങ്ങൾ പിടിപെടുമോ ആ രോഗങ്ങൾ മുഴുവൻ പിടിപെടും ഈ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ. അതുകൊണ്ട് വളരെ ഗൗരവമായ വിഷയമായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം ഈ വസിയത്ത് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നു, വലാ തംശി ഫീ ഗൈരി ഹാജ. ആവശ്യമില്ലാതെ നീ നടക്കാൻ പാടില്ല. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെക്കും വടക്കും ഇങ്ങനെ നടക്കുക. വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ കാണാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ആവശ്യം വേണം നമുക്ക്. ഒരു ആവശ്യവുമില്ലാതെ വെറുതെ അങ്ങനെ അങ്ങാടി തണ്ടി നടക്കുക, ഒരു ആവശ്യമില്ലാതെ വെറുതെ അങ്ങനെ പോവുക, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നീ നടക്കാൻ പാടുള്ളൂ. അതല്ലാത്ത പ്രവർത്തനങ്ങൾ നിന്റെ അടുത്തൊന്നും വരാൻ പാടില്ല. ഇപ്പൊ നമ്മൾ നടക്കുക എന്നുള്ള പ്രവൃത്തി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 5 വക്ത് പള്ളിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അത് വലിയ, അതോടുകൂടി ഒരു നടത്തം എന്ന് പറയുന്ന, നമ്മളിന്ന് നാട്ടിൽ ഡോക്ടേഴ്സ് ഒക്കെ പറയും എക്സസൈസ് ചെയ്യണം, നല്ല നടക്കണം എന്ന് പറയും. ഒരു 5 നേരം പള്ളിയിലേക്ക് പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് സുഗമമായിട്ട് കിട്ടും. മാത്രമല്ല, അയാൾക്ക് പള്ളിയിലേക്ക് പോവുക എന്ന് പറയുന്ന വലിയൊരു ഇബാദത്ത് അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓരോ ചവിട്ടടി വെക്കുമ്പോൾ അയാൾക്ക് കൂലി കിട്ടുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരു ആവശ്യം വേണം. അതാണ് ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്, വലാ തംശി ഫീ ഗൈരി ഹാജ. ആവശ്യമില്ലാതെ നീ നടക്കാൻ പാടില്ല. നാലാമതായി ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് ഖളിർ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, വലാ തഇബ അലൽ ഖത്താഈന ഖതായാഹും. നീ ദോഷികളായ ആളുകൾ,
തെറ്റ് ചെയ്യുന്ന ആളുകൾ, ആ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ആ തെറ്റിന്റെ മേൽ അവരെ നീ അഴിബാക്കരുത്, കളിയാക്കരുത്, നിസാരപ്പെടുത്തരുത്, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവരെ നിന്ദിരാക്കരുത്. ബഹുമാനപ്പെട്ടവർ വസിയത്ത് ചെയ്തു കൊടുക്കുകയാണ്, നീ എന്ത് ചെയ്യാൻ പാടില്ല, ദോഷികളായ ആളുകൾ അവരുടെ തെറ്റിന്റെ പേരിൽ അവരെ നിന്ദ്യപ്പെടുത്താൻ പാടില്ല, അവരെ നിസാരപ്പെടുത്തുക, അവരുടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അഴിബാക്കുക, ആ തെറ്റ് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നീ ശ്രദ്ധിക്കണം. ഒരു തെറ്റ് ചെയ്യുന്ന ദോഷിയെ അയാളെ ഗുണദോഷിക്കണം, അയാളെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നീ ശ്രദ്ധിക്കണം. അതല്ലാതെ അയാളെ നീ അഴിബാക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഖളിൽ നബി അലൈഹിസ്സലാം വളരെ ചിന്തിക്കണം. നമ്മൾ ജനങ്ങളെ നിസാരപ്പെടുത്താൻ പാടില്ല, മോശപ്പെടുത്താൻ പാടില്ല, ജനങ്ങളെ നമ്മൾ അയ്ബിലാക്കപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഈ സംസാരിക്കണം ഞാൻ അള്ളാന്റെ അടുക്കൽ കബൂലിയത്തുള്ള ആളാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്. ഒരാളെ കുറിച്ചും ഗ്യാരണ്ടി പറയാൻ പറ്റൂല. മുർഷിദ് തുല്ലാബ് എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അന്നറജുലൻ, ഒരു മനുഷ്യനുണ്ടായിരുന്നു, മിനൽ മുൻഹമിഖീന ഫിൽ ഫസാദ്, അയാൾ ഫസാദിൽ അകപ്പെട്ടു പോയ, മുഖം കുത്തി വീണ ആളായിരുന്നു അയാൾ. ഒരു ദോഷിയായ മനുഷ്യൻ ദോഷത്തിൽ മുഖം കുത്തി വീണിരുന്ന ആളായിരുന്നു അയാൾ. നാട്ടുകാർക്ക് അയാളെ കുറിച്ച് അഭിപ്രായമില്ല, നാട്ടുകാർ ആരും അയാൾ അഭിപ്രായപ്പെടാറില്ല, ആളുകൾ അയാളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അയാൾ മരിച്ചുപോയി. അയാൾ മരിച്ചുപോയ സമയത്ത് ആരും അടുക്കുന്നില്ല, അയാളുടെ വീട്ടിലേക്ക് വരുന്നില്ല, ആരും അയാളെ വീട്ടിലേക്ക് വരുന്നില്ല. അയാളെ മയ്യത്ത് കുളിപ്പിക്കാനോ കഫൻ ചെയ്യാനോ മറ്റുള്ള കർമ്മങ്ങൾക്കോ ആരും കടന്നു വരുന്നില്ല, ഒരാളും വരുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ അയാളുടെ ഭാര്യ ചുമട്ട് തൊഴിലാളികളെ വിളിക്കുകയാണ്. ചുമട്ട് തൊഴിലാളികളെ വിളിച്ചിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ആ മയ്യത്ത് അങ്ങോട്ട് വെച്ചു. ഒരു സഹോദരി മാത്രമാണ്, അയാളുടെ ഭാര്യ മാത്രമാണുള്ളത്, സഹായത്തിന് പോലും ഒരാളില്ല. എന്ത് ചെയ്യും? അങ്ങനെ ചുമട്ട് തൊഴിലാളികൾ ആ മയ്യത്തിനെ ചുമന്നിട്ട് ഒഴിഞ്ഞ ഒരു ഗ്രൗണ്ട് പോലത്തെ പ്രദേശത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ടും ആരും കടന്നു വരുന്നില്ല. ആ സമയത്താണ് ദൂരദിക്കിൽ നിന്ന് മലമുകളിൽ ഒരുപാട് സാഹിദീങ്ങൾ, മുഖ്ലിസീങ്ങളായ മഹാന്മാരാകുന്ന ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നു. അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാഹിദ് ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. ഒരു സാഹിദ് താഴോട്ട് ഇറങ്ങി വന്നു. താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യനെ കഫൻ ചെയ്തു, കുളിപ്പിച്ച് കഫൻ ചെയ്തു, മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അയാളെ മറമാടി. സാഹിദ് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കേട്ടപ്പം ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഓടിക്കൂടി. ആളുകളൊക്കെ ഓടിക്കൂടി. കാരണം നാട്ടിലെ വലിയാണ് വന്നിട്ടുള്ളത്. നാട്ടുകാർക്കാണെങ്കിലോ ഇയാളെ പറ്റി അഭിപ്രായമില്ല, പക്ഷേ വലിയ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം നാട്ടിൽ കിട്ടിയപ്പം ആളുകളൊക്കെ ഓടിക്കൂടി. അയാളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു. ജനങ്ങളൊക്കെ അയാളുടെ മയ്യത്ത് നിസ്കാരത്തിൽ മറ്റൊക്കെ പങ്കെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഭാര്യയെ അന്വേഷിച്ചു ഈ സാഹിദ്. ഭാര്യയുടെ അടുത്ത് ചെല്ലുകയാണ്. ആളുകളും അവരുടെ കൂടെ പോയി. ഭാര്യയോട് ചോദിക്കുകയാണ്. കാരണം ഈ സാഹിദിന് തലേ ദിവസം ഒരു അനുഭവം ഉണ്ടാവുകയാണ്. ഈ മനുഷ്യൻ മരിച്ച സമയത്ത് ഒരു അനുഭവം ഉണ്ടാവുകയാണ്. അയാൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ വരുന്നു. സ്വപ്നത്തിൽ ഒരു നിർദ്ദേശം കിട്ടുന്നു, ഇന്നാലിന നാട്ടിൽ പോകണം, അവിടെ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്, അയാളുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ, അയാളുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരാളും തന്നെയില്ല, അതുകൊണ്ട് നീ അവിടെ പോകണം. ആ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പര് അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. ഭാര്യയോട് ചോദിച്ചു, ഈ മനുഷ്യൻ എന്താ പ്രത്യേകമായി ചെയ്തിട്ടുള്ളത്? അപ്പൊ പറയുകയാ, ഈ മനുഷ്യന്റെ ഭാര്യ പറയാണ്, നിങ്ങൾ കേട്ടതുപോലെ ഈ നാട്ടുകാർ മനസ്സിലാക്കിയതുപോലെ വളരെ മോശപ്പെട്ട ആൾ തന്നെയായിരുന്നു. പക്ഷെ ഇയാളിൽ 2-3 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ നിങ്ങൾ കേട്ടതുപോലെ തന്നെ കള്ളുകുടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയായിരുന്നു. കള്ളുകുടിച്ചിരുന്നു,
പക്ഷെ ഇയാൾ ആ മസ്തിൽ നിന്ന് അങ്ങോട്ട് ഓർമ്മ തെളിഞ്ഞാൽ സുബഹിയുടെ നേരത്തെ ഓർമ്മ തെളിയ, ആ ഓർമ്മ തെളിയുന്ന നേരത്ത് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് കുളിച്ച് ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് മൂപ്പര് സുബഹിസ്കരിക്കും, മറ്റുള്ള വീട്ടാനുള്ള കാര്യങ്ങൾ വീട്ടു. ഇങ്ങനെ ഒരു പതിവ് അയാൾക്കുണ്ടായിരുന്നു. ആൾക്കാർ പറഞ്ഞതുപോലെ വളരെ മോശപ്പെട്ട ആളായിരുന്നു. ഞാൻ ആ കള്ളുകുടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഗൗരവമുള്ള വലിയ തെറ്റായ സംഗതിയാണ്. പക്ഷേ ഈ മനുഷ്യന്റെ ചില നന്മകൾ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ രക്ഷപ്പെടുത്തുകയാണ്. രണ്ടാമത് ഇയാൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഒന്നോ രണ്ടോ യതീമുകളായ കുട്ടികൾ അയാളുടെ വീട്ടിലുണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ യതീമുകളായ കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികളെ സ്വന്തം കുട്ടിയേക്കാൾ ഉഷാറായിട്ട് മഹത്വപ്പെടുത്തിയിട്ട് ആ കുട്ടിയെ പോറ്റു. ഇങ്ങനത്തെ ഒരു പതിവ് മൂപ്പർക്കുണ്ടായിരുന്നു. മാത്രമല്ല മൂപ്പര് അറിയാതെ പെട്ടുപോകുകയാണ്, അറിയാതെ സംഭവിച്ചത് പോയതാണ്. ഈ ദുശീലത്തിൽ അയാൾ അറിയാതെ പെട്ടുപോയതാണ്. ചില സമയങ്ങളിൽ അയാൾക്ക് ബോധം വരും, ചില സമയങ്ങളിൽ അയാൾക്ക് ബോധം വന്നാൽ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ബോധം വരുന്ന സമയത്ത് അയാൾ പൊട്ടിക്കരയും. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ദുആ ചെയ്യും, ഇലാഹി അല്ലാഹ്, പാപമാണ് ഞാൻ, ദോഷിയായ ഞാൻ, ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ ഞാൻ ദോഷിയാണ്, ഞാൻ വലിയ തെറ്റ് ചെയ്യുന്ന ആളാണ്. നരകത്തിലെ ഏത് ഏരിയയിലാണ് ഈ മോശപ്പെട്ട ശരീരത്തെ അല്ലാഹ് നീ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ തൗബ ചെയ്യാറുണ്ടായിരുന്നു. അയാൾ തൗബ ചെയ്യും, പിന്നെയും അറിയാതെ പൊട്ടുപോകാണ് എന്റെ ഭർത്താവ്. ഈ നാട്ടുകാർ പറയുന്നത് പോലെ അയാൾ മോശപ്പെട്ടയാൾ തന്നെയാണ്. പക്ഷേ അയാൾക്ക് പല ഇതുപോലെയുള്ള പല ഗുണങ്ങളും നല്ല നല്ല സ്വഭാവങ്ങൾ അയാളുടെ ജീവിതത്തിൽ അയാൾ പുലർത്തിയിരുന്നു. അപ്പോൾ സാഹിദ് പറഞ്ഞു, ഇത് തന്നെയാണ് ആ മനുഷ്യന് വിജയം കിട്ടാൻ, ഈ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എന്നോടുള്ള കൽപ്പന വരാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ അവരിൽ നിന്ന് അത് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് അവരുടെ പിറകെ നടന്ന് ആ തെറ്റിൽ നിന്ന് അവർ മാറാൻ എന്താണ് പരിഹാരം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അവരുടെ സമൂഹ മാധ്യമത്തിൽ ഇട്ട് അയബാക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് കൊടുക്കുകയാണ്. നമ്മൾ വളരെ ചിന്തിക്കണം. എത്ര അർത്ഥവത്തായ ഉപദേശങ്ങളാണ് ഖളിർ നബി അലൈഹിസ്സലാം കൊടുക്കുന്നത്. അവസാനമായ ഒരു ഉപദേശം കൂടി കൊടുക്കുകയാണ് ഖളിർ നബി അലൈഹിസ്സലാം. വബ്കി അലാ ഖതീഅതിക യബ്ന ഇമ്രാൻ, ഇമ്രാന്റെ മകനെ മൂസ അലൈഹിസ്സലാമേ, നിങ്ങൾ നിങ്ങളുടെ തെറ്റോർത്തുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കരയുകയാണ് വേണ്ടത്. നിങ്ങളുടെ തെറ്റാലോചിച്ചുകൊണ്ടാണ് നിങ്ങൾ കരയേണ്ടത്. നിങ്ങൾ കരയണം. ഒരുപാട് ഉപദേശം കൊടുത്ത് അവസാനത്തെ ഉപദേശമാണ്, നിങ്ങളിൽ വന്നുപോയ അപാകതകൾ. മൂസാ നബി അലൈഹി സ്വലാം അമ്പിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആൾ തെറ്റുവരൂല. പക്ഷേ തന്റെ ഒരു ഉന്നതമായ ക്വാളിറ്റിക്ക് കുറവ് വരുന്ന വിഷയങ്ങൾ വരുമ്പോ അമ്പിയാക്കന്മാർക്ക് ദർജ കൂടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇസ്തിഗ്ഫാറും തൗബയും. എന്നാൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശമായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ തെറ്റിന്റെ മേൽ നിങ്ങൾ തൗബ ചെയ്യണം, നിങ്ങളുടെ തെറ്റിന്റെ മേൽ നിങ്ങൾ കരയണം. സ്വന്തം തെറ്റിനെ ഓർത്തുകൊണ്ടാണ് കരയേണ്ടത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 5 ഉപദേശമാണ് ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തെറ്റിന്റെ മേൽ നിരന്തരമായി നമ്മൾക്ക് പ്രായപൂർത്തിയായത് മുതൽ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നുപോയ അപാകതകൾ, തെറ്റുകൾ നിരന്തരം ഓർക്കണം. ഏതെങ്കിലും പോയി അത് ഒരു വിടാൻ പറ്റൂല. എന്നും നമ്മിൽ നിന്ന് വന്നുപോയ അപാകതകൾ ഓർക്കണം. അത് ഓർത്തിട്ട് നമ്മൾ പൊട്ടിക്കരയാനുള്ള മനസ്സ് കാണിക്കണം. അതാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ കൈസു, അൽ കൈസു, ബുദ്ധിമാൻ എന്ന് പറയുന്നത്, ശക്തൻ എന്ന് പറയുന്നത്, മൻ ദാന നഫ്സഹു, തന്റെ നഫ്സിനെ, സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യുന്നയാളാണ്. വഅമല ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ഘട്ടത്തിലേക്ക് അമൽ ചെയ്യുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത്. ശക്തൻ എന്ന് പറയുന്നത് സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യുന്നയാളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നഫ്സിനെ ഓർക്കണം. നമ്മൾ ആരൊക്കെയാ ജീവിതകാലം മുഴുവൻ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ
വതർഹംനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് ജീവിതത്തിൽ ഉടനീളം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നയാളാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് നടന്നു. എന്തിനാ കരഞ്ഞു നടന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം കരഞ്ഞു, ലോകത്ത് കടന്നു വന്ന എല്ലാ അമ്പിയാക്കന്മാരും കടന്നു വന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീർ തുള്ളി ഉറ്റിയത് കാരണമാണ് ലോകത്ത് ഉഊദുണ്ടായത് എന്ന് ചരിത്ര കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉഊദറിയില്ലേ, സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായത്, ഉഊദുണ്ടായത് ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീർ വീണിട്ടാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അമ്പിയാക്കന്മാരും പൊട്ടിക്കരഞ്ഞു. ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുമ്പോ, അവിടുന്ന് പല ഘട്ടങ്ങളിലും സുജൂദിൽ കിടക്കുമ്പോ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് സഹാബത്ത് പറയുന്നു, റസൂലുള്ളാഹിന്റെ ഹൃദയം എന്ന് പറയുന്നത് അതങ്ങനെ തിളക്കുന്ന കലം പോലെയാണ്. തിളക്കുന്ന കലം പോലെ അങ്ങനെ എന്ന പോലെ റസൂലുള്ളാഹിന്റെ ആ ഹൃദയം അതുപോലെയായിരുന്നു. എപ്പോഴും ബേജാറിലായിരുന്നു ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആദം നബി അലൈഹിസ്സലാം, എന്തേ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് തെറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരു തെറ്റും വന്നിട്ടില്ല. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്നിട്ട് ഹവ്വാ ബീവിയെയും സൃഷ്ടിച്ചു. ഇവർ രണ്ടുപേരെയും സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയച്ചു. രണ്ടുപേരും സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് സ്വർഗ്ഗത്തേക്ക് പറഞ്ഞയച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിർദ്ദേശം കൊടുത്തു. ആദം നബിയേ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കൊള്ളൂ. നിങ്ങളും ഭാര്യയും ഹവ്വാ ഉമ്മയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് അവിടെ നിന്ന് നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ. എന്താണോ വേണ്ടത് അവിടെ നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, അവിടുത്തെ പഴങ്ങളൊക്കെ കഴിച്ചോളൂ. വലാ തഖറബാ ഹാദിഹി ഷജറ, നിങ്ങൾ ഈ മരത്തോട് അടുത്തു പോകരുത്. ഒരു മരം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ മരത്തോട് നിങ്ങൾ അടുക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ആ മരത്തോട് അടുത്താൽ നിങ്ങൾ രണ്ടുപേരും അടുക്കാൻ പാടില്ല. രണ്ടാളും കൂടി ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ, അതിന്റെ പഴം കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ മരത്തിൽ രണ്ടുപേരും ചെന്ന് നിങ്ങൾ ആ മരത്തിൽ നിന്ന് പഴം കടിച്ചാൽ നിങ്ങൾ പരാജയികളിൽ പെട്ടുപോകും കേട്ടോ. ഇതാ കൊടുത്ത നിർദ്ദേശം. പക്ഷെ ഇബ്ലീസ് ഉണ്ടോ അവിടെ നിൽക്കുന്നത്? ഇബ്ലീസ് എന്ത് ചെയ്തു? പണി തുടങ്ങി. വിശുദ്ധമാക്കുന്ന ഖുർആൻ അത് വിശദമായിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ വിശദീകരിച്ച് പറയുന്നില്ല. ഇബ്ലീസ് അവരെ പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, ഇബ്ലീസ് പിന്നാലെ കൂടിയിട്ട് ആദം നബിയോടും ഹവ്വാ ഉമ്മയോടും പറഞ്ഞു, അള്ളാഹു എന്തിനാ അവിടെ നിങ്ങൾ ആ മരത്തോട് അടുക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? സ്വർഗത്തിൽ നിങ്ങൾ എന്നൊന്നും നിലനിൽക്കുന്ന ആ പഴം കഴിച്ചാൽ നിങ്ങൾക്ക് എന്നൊന്നും സ്വർഗത്തിൽ നിലനിൽക്കാൻ കഴിയും. അബദൻ ഖാലിദീന അബദ, എന്നും നിങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു പഴാണത് എന്ന് പറഞ്ഞ് അവരങ്ങനെ പിന്നാലെ കൂടി. ആ പിന്നാലെ കൂടി ഇബ്ലീസ് അവരെ ഫിത്നയിൽ അകപ്പെടുത്തുകയാണ്. അങ്ങനെ ഹവ്വാ ഉമ്മ ബീബി റളിയല്ലാഹു അൻഹാ മരത്തിന്റെ അടുത്ത് പോയി ആ മരത്തിൽ നിന്ന് പഴം എടുത്തുകൊണ്ടുവന്നു. അവർ രണ്ടുപേരും ആ പഴം കഴിച്ചു എന്നാ ചരിത്രം പറയുന്നത്. രണ്ടുപേരും പഴം കഴിച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ രണ്ടാളും കൂടി പോകരുതെന്നാ പറഞ്ഞത്. പക്ഷെ ആദം നബി അലൈഹിസ്സലാം മരത്തിന്റെ അടുത്ത് പോയിട്ടില്ല, ഹവ്വാ ഉമ്മ പോയത്. ഹവ്വാ ഉമ്മ പോയി പഴം കൊടുത്തു. പക്ഷെ ആദം നബി അലൈഹിസ്സലാം പഴം കഴിച്ചു എന്നുള്ളത് സത്യ. ആ പഴം കഴിച്ചത് കാരണം അവരുടെ ഡ്രസ്സുകൾ അഴിഞ്ഞുപോയി. അതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധമാകുന്ന ഖുർആൻ. എന്നിട്ട് അവർ ആ സ്വർഗത്തിന്റെ മരത്തിലെ ഇലകൾ എടുത്തിട്ട് അവരുടെ നാണം മറക്കാൻ അവർ തുനിഞ്ഞു. നാണം മറക്കാൻ തുടങ്ങിയവർ പെട്ടെന്ന് ബേജാറായിട്ട് അവർ നാണം മറക്കാൻ തുടങ്ങി. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി നിങ്ങളുടെ ലോകമെന്ന് പറയുന്നത് ഇവിടെയല്ല, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഭൂമി ലോകത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. കഴിഞ്ഞു, നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങളെ രണ്ടുപേരെയും ശൈത്താൻ പറ്റിച്ചില്ലേ, നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടു പോയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് പറയുന്ന സമയത്ത് ആദം നബി അലൈഹിസ്സലാമിനോട് ന്യായമൊക്കെ പറയാണ്ട് ആദം നബി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു സ്ഥാനത്തിന് കുറവ് വരുന്ന വിഷയം ചെയ്തെന്നുള്ളൂ. ആദം നബി അലൈഹിസ്സലാം മരത്തിന്റെ അടുത്ത് പോയിട്ടില്ല, പറിച്ചിട്ടില്ല. രണ്ടാളും കൂടി പോകരുതെന്നാ പറഞ്ഞത്. ഞങ്ങളോട് രണ്ടാളും കൂടിയോടല്ലേ പോകരുതെന്ന് പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾ പോയിട്ടില്ലല്ലോ എന്നൊക്കെ ന്യായം പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ആദം നബി അലൈഹിസ്സലാം അത് ചെയ്തില്ല. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും രണ്ടുപേരും കൂടെ പറയാണ്, റബ്ബനാ വലംനാ അൻഫുസനാ,
പടച്ചോനെ ഞങ്ങളുടെ നഫ്സിനോട് അതിക്രമം കാണിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ, അല്ലാഹ് നീ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തു തന്നിട്ടില്ല എങ്കിൽ, വതർഹംനാ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജയങ്ങളിൽ പെട്ടുപോകും, ഞങ്ങൾ പരാജയപ്പെട്ടു പോകൂലേ. ഇതങ്ങട്ട് പറഞ്ഞു ആദം നബി അലൈഹി സ്വലാമിന്റെ പിന്നുള്ള വാക്കും മുഴുവൻ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇതങ്ങനെ പറഞ്ഞിരുന്നു ആദം നബി അലൈഹി സ്വലാം. പൊട്ടിക്കരഞ്ഞു ആദം നബി അലൈഹി സ്വലാം, അള്ളാഹുവിനോട് തൗബ ചെയ്തു ആദം നബി അലൈഹി സ്വലാം. ഇത് അമ്പിയാക്കന്മാരുടെ സ്വഭാവമാണ്. നമ്മുടെ തെറ്റുകൾ ഓർത്ത് നിരന്തരം നമ്മുടെ തെറ്റുകൾ ഓർത്തുകൊണ്ട് നമ്മൾ കരയുക എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദം നബി അലൈഹിസ്സലാം ചെയ്തതാണ്. ഹവ്വാവും ബീവിയും പിന്നെ സ്വർഗ്ഗത്തുനിന്ന് പോന്നു എന്ന് മാത്രമല്ല, അവർ വീണ്ടും അള്ളാഹുവിനോട് തൗബ ചെയ്യും. ആദം നബി അലൈഹിസ്സലാം ഈ ബേജാറിലാണ്. തെറ്റല്ലാത്തൊരു സംഗതി ചെയ്തിട്ട് പോലും ആദം നബി അലൈഹിസ്സലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് ഇതുപോലത്തെ അനുഭവം നമുക്ക് കാണാൻ കഴിയും, ഇതുപോലത്തെ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധമാകുന്ന ഖുർആൻ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. വദന്നൂനി ഇദ്ഹബ മുഗാളിബാ. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നുണ്ട്. ദന്നൂൻ, ആ മീനുകാരനില്ലേ, ദന്നൂൻ മീനിന്റെ വയറ്റിൽ പോയ സംഭവമാണല്ലോ. യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ പോയ വലിയ സംഭവബഹുലമായ ഒരു ചരിത്രമാണ്. ആ മീനിന്റെ ഉടമ, അതായത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ സൂചിപ്പിച്ചിട്ടാണ് വിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നത്. ഇദ്ഹബ മുഗാളിബാ. ബഹുമാനപ്പെട്ടവർ ദേഷ്യം പിടിച്ചുപോയി. ആൾക്കാരെ, ആ നാട്ടിലുള്ള തന്നെ ഏൽപ്പിക്കപ്പെട്ട ആളുകളെ വിശുദ്ധമാകുന്ന ദീനിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ഓല് വരുന്നില്ല. പലരും ആളുകൾ നന്നാണില്ല. നന്നാകാത്തപ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാം ദേഷ്യം പിടിച്ചു പോയി. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയില്ലാതെയാണ് ഹിജ്റ പോയത്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പന കിട്ടിയില്ല എന്ന് വിചാരിച്ചത് തെറ്റല്ല. പക്ഷെ യൂനുസ് നബി അലൈഹി ഇസ്ലാം അള്ളാഹിന്റെ സമ്മതം കിട്ടുക എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഏറ്റവും ഉന്നതമായ ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ് പോയി. വിശുദ്ധമാകുന്ന ഖുർആൻ പറയാണ്, ഫവന്ന അല്ലൻ നഖ്ദിറ അലൈഹി. ബഹുമാനപ്പെട്ടവർ പിടികൂടൂല എന്നാ ബഹുമാനപ്പെട്ടവർ വിചാരിച്ചു. ഒരു നബി തന്റെ ജനതയെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയാൽ, അവിടെ നിന്ന് പലായനം ചെയ്താൽ, ഹിജ്റ പോയാൽ, ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്ന, അവർക്ക് അദാബ് ഇറക്കുന്നതാണ്. യൂനുസ് നബി അലൈഹി സ്വലാം ദേഷ്യം പിടിച്ചാ പോയത്. സത്യത്തിൽ അദാബ് ഇറക്കേണ്ടതായിരുന്നു. പക്ഷേ യൂനുസ് നബി അലൈഹി സ്വലാം പോയപ്പോൾ ആ നാട്ടുകാർക്ക് വേദനയായി, ബേജാറായി. ഓല് മുസ്ലിമായി, ഓല് നന്നായി, പലരും നന്നായി. ഇതൊന്നും അറിയാതെ യൂനുസ് നബി അലൈഹി സ്വലാം പോവാണ്. യൂനുസ് നബി അലൈഹി സ്വലാം ബഹുമാനപ്പെട്ടവർ കപ്പൽ കയറിയിട്ട് അങ്ങനെ കടലിലൂടെ യാത്ര പോവുകയാണ്. യാത്ര പോയപ്പോൾ നല്ല കാറ്റും മഴയും, വലിയ കടൽ വലിയ കലുഷിതമായി. കടൽ ശോഭിച്ചു. കപ്പൽ ഇങ്ങനെ ആടിയോടയാൻ തുടങ്ങി. അപ്പോൾ കപ്പൽ മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെന്ന് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരു ദോഷിയായ ആളുണ്ട്. ഞാനതൊന്നും വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മളെ കൂട്ടത്തിൽ ദോഷിയായ ഒരാളുണ്ട്. അത് ആരാണ്? ചരിത്രം പറയുന്നു, ഒരു വട്ടം നറുക്കിട്ടു, ടോസ് ഇട്ട സമയത്ത് അപ്പോഴും കിട്ടിയത് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം. രണ്ടാമത് അപ്പോഴും ബഹുമാനപ്പെട്ടവർ. മൂന്നാമത് അപ്പോഴും ബഹുമാനപ്പെട്ടവർ. അപ്പൊ ഏതായാലും മനസ്സിലായി എന്ത്, ഇത് ആള് മൂപ്പരെന്ന് മനസ്സിലായിട്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിനെ കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ വലിയ മത്സ്യം വന്നിട്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാമിനെ വിഴുങ്ങി. അതൊരു പക്ഷേ തന്റെ ഭക്ഷണമാകാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും വിഴുങ്ങിയത്. വിഴുങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നു, മത്സ്യമേ, ഇത് നിനക്ക് ഭക്ഷിക്കാനുള്ളതല്ല, ഇത് എന്റെ പ്രവാചകൻ യൂനുസ് നബി അലൈഹി സ്വലാമാണ്. ആ യൂനുസ് നബി അലൈഹി സ്വലാം
മത്സ്യത്തിന്റെ വയറ്റിൽ എങ്ങനെ കിടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. വിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നുണ്ട് കടൽ ഇരുളറയാണ്. കടലിന്റെ ആഴി എന്ന് പറയുന്നത് ഇരുട്ടാണ്. കടലിരുട്ടാ. ഞാൻ ലക്ഷദ്വീപ് പോയ സമയത്ത് ആ കപ്പലിൽ ഇങ്ങനെ പോകുമ്പോ കടലിലേക്ക് നോക്കിയാൽ തന്നെ ഒരു ബേജാറാണ്. മുകളിൽ നോക്കിയാൽ തന്നെ ഇരുട്ടാ. അപ്പൊ അതിന്റെ ആഴിലേക്ക് പോയാൽ എന്തായിരിക്കും ഇരുട്ട്? കൂരാകൂരിരുട്ടാണ്. കടലിന്റെ ആയം തന്നെ കൂരാകൂരിരുട്ടാണ്. ആ കൂരാകൂരിന്റെ ഇരുട്ടിൽ അതിന്റെ ഉള്ളിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സ്യം, ആ മത്സ്യത്തിന്റെ വയറും ഇരുട്ടാണ്. അപ്പൊ കൂരാകൂരിരുട്ട്. ഇരുട്ടിന്റെ ഉള്ളിൽ വീണ്ടും ഇരുട്ട്. ആ ഇരുട്ടിന്റെ ഉള്ളിൽ അകപ്പെട്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ആ ഇരുട്ടിൽ അകപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫനാദാപ്പോൾ ബഹുമാനപ്പെട്ട ഫനാദാ ഫിൽ ദുലുമാത്. വിശുദ്ധമാകുന്ന ഖുർആൻ അങ്ങനെ തന്നെയാണ് വിളിച്ചു പറയുന്നത്. നമുക്ക് കാണിച്ചു തരുന്നത് വനാദാ ഫിൽ ദുലുമാത്. ആ ഇരുട്ടറയിൽ, മീനിന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള ഇരുട്ടിലും കടലിന്റെ ഇരുട്ടറയിലും നിന്നിട്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യാൻ തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നുള്ള ദിക്ർ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പടച്ചവനെ, ജല്ലാദൊരു ഇലാഹില്ല, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഞാൻ തെറ്റുകാരിൽ പെട്ടിരിക്കുന്നു, ഞാൻ അക്രമകാരിയായിരിക്കുന്നു. ഇതങ്ങനെ പറഞ്ഞു. ഈ ദിക്ർ അങ്ങനെ ചൊല്ലി ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലാൻ തുടങ്ങി. ചൊല്ലി ചൊല്ലി ബഹുമാനപ്പെട്ടവർ ചരിത്രത്തിൽ പറയുന്നു, തഫ്സീറുകളിലൊക്കെ കാണാം, ചില അല്പ നിമിഷങ്ങൾക്ക് ശേഷം മീൻ തുപ്പിയെന്നും എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് മീന് പുറംതള്ളിയത് എന്ന്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മീൻ ആ കടലിന്റെ കരയിലേക്ക് വന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിനെ നീനവ എന്ന് പറയുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ തുപ്പി. ഒരു കേടുപാടും പോലും, ഒരു രോമത്തിന് പോലും ഒരു കേടും പറ്റാതെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവിടെ ഉപേക്ഷിച്ചു. ആ യൂനുസ് നബി അലൈഹിസ്സലാം നിരന്തരം പറഞ്ഞു, കരഞ്ഞു. തന്റെ അടുത്ത് ഒരു പോരായ്മ വന്നപ്പോൾ കരഞ്ഞു. ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരഞ്ഞു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ. നമ്മൾ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടാൽ, ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ടാൽ, ഒരു വിഷമത്തിൽ അകപ്പെട്ടാൽ ഈ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ വിടാതെ കൊണ്ടു നടന്നാൽ ആ വിഷയത്തിൽ നിന്ന് സലാമത്ത് ഉണ്ടാകും എന്ന് തഫ്സീറുകളിലും മറ്റൊക്കെ കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കരഞ്ഞു. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞു. ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും കരഞ്ഞു. അവർക്ക് യാഥാർത്ഥ്യം അറിയാം, അവർക്ക് റബ്ബിനെ കുറിച്ചറിയാം, അവർക്ക് ഈ ലോകത്തെ കുറിച്ചറിയാം, അവർക്ക് ആഖിറമാകുന്ന ലോകത്തെ കുറിച്ചറിയാം, അവിടുത്തെ വിഷയങ്ങൾ അവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് അവർ കരഞ്ഞു. അമ്പിയാക്കന്മാരുടെ കരച്ചിലിനെ കുറിച്ച് ബഹുമാനപ്പെട്ട റാസി ഇമാം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട റാസി ഇമാം പറയാണ്, ലൗ ജുമിഅ ബുകാഉ ദുനിയ, ഈ ദുനിയാവിലുള്ള കരച്ചിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ലൗ ജുമിഅ ബുകാഉ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കരച്ചിലിനെ ഒരുമിച്ച് കൂട്ടിയാൽ, ലൗ ജുമിഅ ബുകാഉ ദുനിയ ഇലാ ബുകാഇ ദാവൂദ് അലൈഹിസ്സലാം, ലോകത്തുള്ള ആളുകൾ മുഴുവൻ കരഞ്ഞ കരച്ചിലും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കരച്ചിലും ഒരുമിച്ച് കൂട്ടിയാൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഈ അഞ്ചാമത് കൊടുത്ത ഉപദേശമാണ്, വബ്കി അലാ ഖതിഅതിക, മൂസേ നീ കരയണം അലൈഹിസ്സലാം, നീ കരയണം എന്ന് പറഞ്ഞ് അഞ്ചാമത് കൊടുത്ത ഉപദേശമാണ് തെറ്റിന്റെ മേൽ കരയണം. നമ്മളിപ്പോ തെറ്റൊക്കെ അങ്ങനെ ഒരു എവിടെയെങ്കിലും 26 ഉണ്ടെങ്കിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിയിൽ ഒരു അച്ചുംപുളിയൊക്കെ ഉണ്ടാക്കിയാണ് പോകും. അത് കഴിഞ്ഞ് നമ്മളെ തൗബ കഴിഞ്ഞ് എന്നും കരയണം. തഹജ്ജുദിന് നീച്ച് കരയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് ഒരാൾ, ആരോഗ്യമുള്ള ആൾ കരഞ്ഞാൽ അയാൾക്ക് അർശിന്റെ തണൽ കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, എന്നിട്ട് പറയുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കരച്ചിലിനെയും ലോകത്തുള്ള ആളുകളുടെ മുഴുവൻ കരച്ചിലിനെയും ഒരുമിച്ച് കൂട്ടിയാൽ അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കരച്ചിലോളം വരില്ല. നൂഹ് നബിയുടെ കരച്ചിലായിരിക്കും അധികരിച്ച കരച്ചിൽ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേര് മറ്റൊരു പേരായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കരച്ചിൽ കൊണ്ടാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന് നൂഹ് എന്നുള്ള പേര് പിന്നെ കിട്ടിയത് എന്നാണ്. ഇനി നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും ലോകത്തുള്ള ആളുകളുടെ മുഴുവൻ കരച്ചിലും ഒരുമിച്ച് കൂട്ടിയാൽ അത് ആദം നബി അലൈഹിസ്സലാമിന്റെ കരച്ചിലോളം വരില്ല. ഏറ്റവും വലിയ കരച്ചിൽ അത് ആദം നബിയുടെ അലൈഹിസ്സലാമിന്റെ കരച്ചിലാണ്. ഇങ്ങനെ ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് അമ്പിയാക്കന്മാർ കരഞ്ഞത്. അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞു.
അവരുടെ കാര്യം ഓർത്തുകൊണ്ട് കരഞ്ഞു. റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുമോ എന്നാണ് അവരുടെ ബേജാർ. അമ്പിയാക്കന്മാരുടെ ബേജാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ഖളിർ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന് കൊടുത്ത ഈ 5 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല. ഒന്നുകൂടെ ഞാൻ അത് ഓർമ്മപ്പെടുത്തുകയാണ്. കുൻ ബസ്സാമൻ, നീ പുഞ്ചിരിക്കുന്നയാളാകണം. വലാ തകുൻ വഹാക്കൻ, നീ പൊട്ടിച്ചിരിക്കുന്നയാളാകരുത്. വദഇൽ ലജാജ, തർക്കത്തെ നീ ഉപേക്ഷിക്കണം. വലാ തംശി ഫീ ഗൈരി ഹാജ, ആവശ്യമില്ലാതെ നടക്കരുത്, ആവശ്യമില്ലാതെ എവിടെയെങ്കിലും പോയി നിൽക്കരുത്. വലാ തഇബ് അലൽ ഖത്താഇന ഖത്തായാഹു, ദോഷികളായ ആളുകളുടെ അവരുടെ തെറ്റിന്റെ മേൽ അവരെ അയ്ബിലാക്കരുത്, അവരെ മോശത്തിൽ ആക്കരുത്, അവരെ നാണം കെടുത്തരുത്. വബ്കി അലാ ഖതീഅതിക ഇബ്ന ഇമ്രാൻ, ഇമ്രാന്റെ മോനെ നീ നിന്റെ തെറ്റിന്റെ മേൽ കരയണം. ഇത് വലിയ അർത്ഥവത്തായ ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.